പാലക്കാട് നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് അപകടമുണ്ടായി 3 യുവാക്കൾ മരണപ്പെട്ടു. പാലക്കാട് സ്വദേശികളായ രോഹൻ രഞ്ജിത്ത്, രോഹൻ സന്തോഷ്, സനൂജ് എന്നിവരാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന ഋഷി, ജിതിൻ എന്നിവർക്ക് പരിക്കേറ്റു. കുടുംബക്കല്ലിങ്കൽ ജംഗ്ഷനിൽ വെച്ചാണ് അപകടമുണ്ടായത്. ഗോകുൽ VS ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഗോകുൽ, കാട്ടുപന്നി കുറുകെ ചാടിയതാണ് അപകടത്തിന് കാരണമെന്ന് പോലീസ് ഒരു നിഗമനമുണ്ടായിരുന്നു. അതിപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ടോ? പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? തീർച്ചയായും പ്രാഥമികമായി ഇത് കാട്ടുപന്നി കുറുകെ ചാടിയത് കൊണ്ടുള്ള അപകടം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ചിറ്റൂരിൽ നിന്നാണ് ഈ യുവാക്കൾ വന്നിരുന്നത്. ഇവർ 6 പേരായിരുന്നു. ഈ കാറിലായിരുന്നു ഇവർ ചിറ്റൂരിൽ നിന്ന് ഇവിടേക്ക് വരുന്നത്. ഇതിൽ കൊടുമ്പ് ഭാഗത്തെത്തിയപ്പോൾ, കൊടുമ്പ് അടുത്തുള്ള ഒരു പ്രദേശമാണ് ഇവിടെ കനാൽ എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. പെട്ടെന്ന് ഈ വഴി വരുമ്പോൾ ഒരു പന്നി കുറുകെ ചാടുകയും അതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് സമീപത്തുള്ള ഒരു മരത്തിലിടിച്ചാണ് വാഹനം ഈ വയലിൽ വന്ന് ഇപ്പോൾ കാണുന്ന രീതിയിലേക്ക് ഇങ്ങനെ വന്ന് വീണ് കിടക്കുന്നത്. വാഹനം പൂർണ്ണമായും തകർന്നു എന്ന് നമുക്ക് പറയാം. മുൻവശത്ത് ഏകദേശം പൂർണ്ണമായി തന്നെ വാഹനം തകർന്നിട്ടുണ്ട്. പിൻഭാഗവും തകർന്നിട്ടുണ്ട്. ഇതിൽ മുൻവശത്തെ സീറ്റിലിരുന്ന ആളും അതോടൊപ്പം തന്നെ പിൻവശത്തെ സീറ്റിലിരുന്ന 2 പേർക്കുമാണ് ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായത്. മറ്റു 3 പേർക്കും കാര്യമായ പരിക്കുകളില്ല. അവർ സുരക്ഷിതരാണെന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്നത്. ഇപ്പോൾ ഈ പ്രദേശത്തെ വാർഡ് മെമ്പറും ഇന്നലെ ഈ അപകടം നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആളും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഉണ്ടായത് എന്നുള്ള ഒരു രൂപമായിരുന്നു. ഇന്നലെ 10:50 ഒരു സൗണ്ട് കേട്ടു. അപ്പോൾ സൗണ്ട് കേട്ടപ്പോഴാണ് വന്ന് തിരിഞ്ഞ് ഞാൻ ഓടി വന്ന് നോക്കുമ്പോൾ കാർ ഇവിടെ കിടക്കുന്നുണ്ടായി. അപ്പോൾ തന്നെ പോലീസിനെയും ഫയർഫോഴ്സിനെ അറിയിച്ചു. അവർ വന്ന് പോലീസും ഫയർഫോഴ്സും അപ്പോഴേക്കും വണ്ടികളൊക്കെ ബ്ലോക്കായി. എല്ലാവരും ചേർന്നാണ് ഇവരെ പുറത്തെടുത്തത്. പുറത്തൊരു 3 പേര് മരണപ്പെട്ട് കഴിഞ്ഞു. ബാക്കി 3 പേര് ഉണ്ടായിരുന്നു. അവരെ ആംബുലൻസിൽ കൊണ്ടുപോയി. 3 പേർക്ക് അപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. 3 പേർക്ക് അപ്പോൾ വലിയ കുഴപ്പം കണ്ടില്ല. പരുക്കുണ്ടായിരുന്നു, വലിയ കുഴപ്പമുണ്ടായിരുന്നു. പന്നിയുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ടോ? ശല്യം ദിവസമാണ്, ഇഷ്ടംപോലെ ഉണ്ട്. പന്നി ക്രോസ് ചെയ്യണം രാത്രികളിൽ. വണ്ടികൾ പെട്ടെന്ന് കാണാൻ കഴിയില്ല. പന്നി ക്രോസ് ചെയ്ത് എത്രയോ 2 വീലറൊക്കെ ഇടിക്കാറുണ്ട്. 2 വീലറുകാരൊക്കെ ഇഷ്ടം പോലെ വീണിട്ടുണ്ട് ഇവിടെ. ചേട്ടന് ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു? ഞാൻ അത് കഴിഞ്ഞിട്ടാ വന്നത്. ഇതെങ്ങനെയാണ് പന്നിനെ ഇടിച്ചിട്ട് തെറിച്ചു എന്നാണ് അവർ പറഞ്ഞത്. ഓടിച്ചാള് പറഞ്ഞു. ഉണ്ട്. എന്നാലും പിന്നെ വർത്താനൊക്കെ പറയുന്നുണ്ട്. പാടം കൂടിയാണ് അല്ലെ? പക്ഷെ കൃഷിയൊന്നുമില്ല. അതുകൊണ്ടാണ് ഇവിടെ ഭയങ്കര ശല്യം. അല്ല, അപ്പുറത്തൊക്കെ അതാണ് പൊന്തകളും കാടുകളും. ഇവിടെയൊക്കെ ഇഷ്ടംമാതിരി പന്നിയുണ്ട്. ഇതിന്റെ ഉള്ളിലൊക്കെ പന്നിയിരിക്കുന്നുണ്ട്. അത്രയ്ക്ക് ശല്യം. അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ സ്ഥലങ്ങളൊക്കെ ഭയങ്കര പന്നി ശല്യം. പുഴ അടുത്താണ്. കുറച്ച് തൊട്ടപ്പുറത്ത് പുഴയാണ്. അല്ല, അവിടെ നിന്ന് വരികയാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ പഞ്ചായത്തിന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിന് പല റൂളുകളും പറഞ്ഞിട്ടാണ് ഇത് നിർത്തുന്നത്. പക്ഷെ ഒരു കൃഷിക്കാരന് ഒരു തൊടിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. തൊടിയൊന്നും വൃത്തിയാകാതെ കിടക്കണം. കൊന്ത പിടിച്ച് കിടക്കണം. ചേനയല്ല, വീട് അതാണ് എന്റെ വീട്. വാഹനം വന്നപ്പോൾ ഇടിച്ച് ഏകദേശം 100 മീറ്റർ അടുത്ത് ഇങ്ങനെ തെരഞ്ഞു വണ്ടി നല്ല സ്പീഡിൽ വന്നിരിക്കുന്നു. ആ മരത്തിന് വീട്ടിലെ സൈഡിലൂടെ വന്നിട്ട് നേരെ കയറി ഇവിടെ വന്ന് തിരിഞ്ഞിരിക്കുക. ഇവിടെ പോസ്റ്റർ ഉണ്ടായിരുന്നു. ഏതായാലും നമുക്ക് ഈ വഴി കൂടി ഒന്ന് പരിശോധിക്കാം. ഇത് വലിയൊരു അപകടമാണ്. വലിയ വാഹനം ഇങ്ങനെ വന്നപ്പോൾ ഇത് ചെറിയൊരു വഴിയാണ്. നമുക്ക് ഈ വഴി പരിശോധിച്ചാൽ ഇതൊരു വളരെ വീതി അധികമൊന്നും ഇല്ലാത്ത ഒരു സാധാരണ ഒരു വഴിയാണ്. ഈ വഴിയിലൂടെയാണ് ഈ വാഹനം എത്തിയതിന് ശേഷം ഈ ചിറ്റൂർ ഭാഗത്തു നിന്ന് വരുമ്പോൾ ഇത് ആദ്യം ഈ റോട്ടിൽ വെച്ച് പന്നിയെ കാണുകയും വെട്ടിക്കുകയുമായിരുന്നു. വെട്ടിച്ചപ്പോൾ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഈ ഭാഗത്ത് ഒരു മരമുണ്ട്. ഈ മരത്തിന്റെ സമീപത്ത് നമുക്ക് ഈ മരത്തിന്റെ ഭാഗങ്ങൾ പരിശോധിക്കാം. ഇവിടെ കണ്ടോ, ഇതിന്റെ തൊലിയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കുകയാണ്. ഈ ഭാഗത്ത് വന്ന് ഇതിന്റെ വശം സൈഡ് കാറിന്റെ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ പിൻഭാഗത്ത് ആണ് ഈ വാഹനം ഇവിടെ ഇടിച്ചിട്ടുള്ളത്. ഇടിയുടെ ആഘാതത്തിൽ പിൻഭാഗത്തെ ബമ്പർ ഇവിടെ തന്നെ പൊളിഞ്ഞു വീണു. പിന്നീട് വാഹനം നേരെ പോയത് ആ മേഖലയിലേക്ക്. അവിടേക്ക് തന്നെ ഏകദേശം ഒരു 10 മീറ്ററിന്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു 5 മീറ്ററിന്റെ അടുത്തൊക്കെ ദൂരമുണ്ട്. അങ്ങനെ വയലിലൂടെ നീങ്ങി വാഹനം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പോൾ നമുക്ക് ഊഹിക്കാം എത്ര വലിയ അപകടമാണ് ഉണ്ടായതെന്നാണ്. ഈ അപകടത്തിലാണ് 3 പേർക്ക് ജീവൻ നഷ്ടമായത്. വളരെ പെട്ടെന്ന് ഉണ്ടായൊരു സംഭവമാണ്. ഒരു പന്നി ഈ വഴിയിലൂടെ ചിറ്റൂർ ഭാഗത്തിലൂടെ വരുമ്പോൾ ഇങ്ങനെ മുന്നിൽ ചാടുകയും അതിനെ തുടർന്ന് ഇവർ ബ്രേക്ക് പിടിച്ച് വാഹനം തിരിക്കാനോ മറ്റോ ആണ് ശ്രമിച്ചതെന്നാണ് പോലീസ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. അങ്ങനെ ചെയ്തപ്പോഴാണ് ഈ മരത്തിലിടിച്ച് ഈ പ്രശ്നമുണ്ടായത്.